ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ടെൻഷനും വേണ്ട. അഞ്ജന എന്റെ അനിയത്തെ പോലെ തന്നെയാ. നല്ലൊരു പ്രപ്പോസൽ നമുക്ക് നോക്കാം. ശരി ചേച്ചി. ഗിരിജ ആന്റിയോട് ടെൻഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞോളൂ. അധികം താമസിയാതെ തന്നെ നമുക്ക് അഞ്ജനയുടെ കല്യാണം ആർഭാടായിട്ട് തന്നെ നടത്താം. താങ്ക് യു ചേച്ചി. ഞാൻ അപ്പച്ചിയോട് പറയാം. ഇത് കേൾക്കുമ്പോ അപ്പച്ചിക്ക് വലിയ സന്തോഷാവും. ദുർഗ, ഞാൻ എന്തോന്ന് കിരണേ, ഇങ്ങോട്ട് വാ. കിരൺ വന്നേ. എന്റെ പൊന്ന് കിരണേ, ഇതിലിത്ര ആലോചിക്കാൻ ഒന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ധൈര്യമായിട്ട് പോയി നാളെ മഹാദേവനെ കാണുന്നു. പറയ്. അതെ കിരൺ, മെയിനോണിലേക്കുള്ള നമ്മുടെ എളുപ്പ വഴിയാണിത്. മുന്നില് ഇത്രയും നല്ലൊരു വഴിയുണ്ടായിട്ടും മടിച്ചു നിൽക്കുന്നത് ശരിയല്ല. നിങ്ങൾ കരുതുന്ന പോലെ അതത്രയ്ക്ക് എളുപ്പമല്ല. ഒരു കാലത്തും ഏത് സാഹചര്യത്തിലും ഞാൻ ആശ്രയിക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ആളാ എന്റെ അച്ഛൻ. അതിന് നീ അയാളെ തേടി പോകുന്നതേ വ്യക്തിപരമായ ഒരു കാര്യത്തിനല്ലല്ലോ. നമ്മളെ ലക്ഷ്യം വ്യക്തിപരവും അല്ല, അത് നീ മനസ്സിലാക്കി. അതെ, നമ്മുടെ നാടിനെ തന്നെ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു മാർഗം സ്വീകരിക്കുന്നതെന്ന് കരുതിയ പോരെ. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാ, അതെനിക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല. പക്ഷേ പിന്നെ എന്താ ഒരു പക്ഷേ? അത് എന്റെ അച്ഛനാണെന്ന് അവകാശവും പറഞ്ഞു ചെന്നാ അത് അദ്ദേഹം അംഗീകരിക്കണമെന്നില്ലല്ലോ. അച്ഛന്റെ പേരില് ഒരുപാട് അവഗണനകൾ നേരിട്ട ആളാ ഞാൻ. ഇനി ആ മനുഷ്യന്റെ ഭാഗത്തുനിന്നും എന്നെ തള്ളി പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. തെളിവ് നിരത്തി പറഞ്ഞ അങ്കിളിന്റെ കിരണിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആ, അത് ശരിയാ. പിന്നെ നമ്മൾ പറയുന്ന കള്ളമൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ കിരൺ പേടിക്കുന്നേ? കിരൺ ഒന്ന് സമാധാനമായിട്ട് ചിന്തിക്കും. നമ്മുടെ മേലുദ്യോഗസ്ഥനായിട്ട് പോലും ജോർജ് സാറ് ഈ കാര്യത്തില് നമ്മളോടൊരു ഓർഡർ ഇടുകയല്ല, മറിച്ച് ഒരു അഭിപ്രായമായിട്ടാ ഈ കാര്യം പറഞ്ഞത്. കിരണേ, അത് മാത്രമല്ല, എത്ര റിസ്ക് എടുത്തിട്ടാണ് മേനോന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ സാറ് സ്വീഡനിൽ പോയത്. അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പകുതിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? മോള് ചെല്ല്, ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പോ. അതെ കിരൺ, സാറ് കൂടി സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അതിന് ആ വീട്ടിൽ താമസിക്കുന്നത് തന്നെയാ നല്ലത്. അവിടേക്ക് കയറാൻ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം ഇപ്പൊ ഇത് മാത്രം. ശരി, എനിക്ക് സമ്മതമാണ്. മോളെ, ശരി, എന്നാ പിന്നെ നാളെ തന്നെ നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. ഗുഡ്. കൂടുതലൊന്നും ആലോചിക്കണ്ട. നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അതെ. അപ്പോ നാളെ തന്നെ നിങ്ങൾ മഹാദേവനെ പോയി കണ്ട് സംസാരിക്കുന്നു.
ചേച്ചി ആ അഷിയോ ഇരിക്കും മോളെ. എന്താ അഷി? ചേച്ചി തിരക്കിലാണോ? ഓഫീസിലെ 1-2 ഫയൽസ് നോക്കായിരുന്നു. ഓ എന്താ മോളെ കാര്യം? ചേച്ചി വർക്കിലാണെങ്കിൽ സാരമില്ല, ഞാൻ പിന്നെ സംസാരിച്ചോളാം. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ കാര്യം പറ. ആം, എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ല. എന്നോട് അപ്പച്ചി ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ചേച്ചിയോടൊന്ന് പറയാലോ എന്ന് കരുതിയിട്ടാ. ഉം, ചേച്ചിക്ക് നമ്മുടെ അഞ്ജുവിനെ അറിയാലോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അഞ്ജു എന്നെക്കാളും മൂത്തതാ. അപ്പോ അവളുടെ വിവാഹം നടത്താതെയാ എന്റെ കല്യാണം നടത്തിയ. അപ്പച്ചിക്കാണെങ്കിൽ അവളുടെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. അവളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു വിടണമെന്നാ അപ്പച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നം. അത് പിന്നെ അങ്ങനല്ലേ വരൂ. ഗിരിജാന്റെ ജീവിക്കുന്നത് തന്നെ അഞ്ജുവിന് വേണ്ടിയല്ലേ? അതെ, അതിന് ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ബന്ധത്തിലോ മറ്റോ അഞ്ജുനെ യോജിച്ച പയ്യന്മാരുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാവോന്ന് ചേച്ചിയോട് ചോദിക്കാനേ അമ്മ അപ്പച്ചി എന്നോട് പറഞ്ഞിരുന്നു. ഇതാണോ കാര്യം? ഇത് പറയാനാണോ അഷി ഇത്ര മടി കാണിച്ചത്? അല്ല, ഇക്കാര്യം പറഞ്ഞ അത് ചേച്ചിക്ക് ബുദ്ധിമുട്ടാവൂന്നൊരു ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട. അഞ്ജന എന്റെ അനിയത്തെ പോലെ തന്നെയാ. നല്ലൊരു പ്രപ്പോസൽ നമുക്ക് നോക്കാം. ശരി ചേച്ചി. ഗിരിജ ആന്റിയോട് ടെൻഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞോളൂ. അധികം താമസിയാതെ തന്നെ നമുക്ക് അഞ്ജനയുടെ കല്യാണം ആർഭാടായിട്ട് തന്നെ നടത്താം. താങ്ക് യു ചേച്ചി. ഞാൻ അപ്പച്ചിയോട് പറയാം. ഇത് കേൾക്കുമ്പോ അപ്പച്ചിക്ക് വലിയ സന്തോഷാവും. എങ്കി ചേച്ചിയുടെ ജോലി നടക്കട്ടെ. ശരി.